ഉസിയാരാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലവും രണ്ടെണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അതിരുമുള്ള മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്തൊരു തീക്കലിംഗമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. തീക്കനല്ലാൽ ഞങ്ങളെ പൂർണ്ണമായി വിശദീകരിക്കപ്പെടുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ. ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക എന്ന ദൈവസ്വരം തിരിച്ചറിഞ്ഞ് വിളകളും കളകളും ഇടകലർന്ന് കിടക്കുന്ന വയലിൽ നിന്ന് വിളകളെ നഷ്ടമാകാതെ കളകളെ പിഴുതെറിയാൻ വേണ്ട പ്രവാചക ധീരതയും ആത്മാഭിഷേകവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യാശ ഉണ്ടാകണമെന്നുള്ള ബോധ്യത്തോടെ മാർപ്പാപ്പ ഈ വർഷം പ്രത്യാശയുടെ വർഷമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ ഒരു പ്രത്യാശയോടുകൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ സോണൽ മീറ്റിംഗിന്റെ ഉദ്ഘാടകൻ പെരിയ ബഹുമാനപ്പെട്ട ആൻഡോ ചേരാന്തുരുത്തി അച്ഛനാണ്. ഞങ്ങൾ ഈ മീറ്റിങ്ങിനെ കുറിച്ച് ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ വന്നത് കഴിഞ്ഞ മുമ്പത്തെ ശനിയാഴ്ചയാണ്. അന്ന് അച്ഛന്റെ മുറിയിൽ രാവിലെ 9:30 ചർച്ച ചെയ്യുമ്പോഴാണ് അതിരൂപതയിൽ നിന്നും ഒരു ഓർഡർ വരുന്നത്. ചേർത്തല സോണിൽ ഫോറൻ ഡയറക്ടറായ തെക്കിനേത്തച്ഛൻ, അതുപോലെ പ്രൊമോട്ടേഴ്സ്, സെക്രട്ടറി സിസ്റ്റർമാര്, മറ്റാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അവരെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഒരു നിമിഷമാണ് ഈ കൺവെൻഷന്റെ സമയം. എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് പറയാനായിട്ട് കാരണം ഈ കൺവെൻഷനിൽ നമ്മൾ ഒരു കാര്യം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്, ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നവരാണ്, ക്രിസ്തുവിന്റെ തുടർച്ചയായ സഭയെ ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ് എന്ന് നമ്മൾ പ്രഘോഷിക്കുന്ന സുന്ദരമായ ദിനമാണ്. വിജ്ഞാനീയത്തിൽ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞൻ വാൾട്ടർ കാസ്പർ എഴുതിയ ഒരു പുസ്തകമാണ് മോഡൽസ് ഓഫ് ദി ചർച്ച്. സഭയെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും മോഡലുകളുമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം നൽകിയിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു വാചകം ഇവിടെ സ്മരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, കാറ്റക്കിസ്റ്റ് ആർ ദി ആർക്കിടെക്ട്സ് ഓഫ് ദി ചർച്ച് ആൻഡ് ദി ഏജന്റ്സ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസ പരിശീലകര്
സഭയുടെ ശില്പികളാണ്, വിശ്വാസത്തെ കൈമാറുന്ന ഏജന്റുമാരാണ് എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ ശില്പികൾ എന്ന രീതിയിൽ പടുത്തുയർത്തപ്പെടുന്ന ശില്പികളാണ്, അല്ലെങ്കിൽ പടുത്തുയർത്തപ്പെടാനായിട്ട് സഹായിക്കുന്ന വ്യക്തികളായിട്ടാണ്. ഞാനൊരു മതാധ്യാപകനാണ്, വിശ്വാസ പരിശീലകനാണെന്ന് പറയുമ്പോൾ അതിനെ അർത്ഥം ഈ ഇടവകയാകുന്ന വിശ്വാസ സമൂഹത്തെ ഞാൻ പടുത്തുയർത്തുവാനായിട്ടുള്ള ഒരു ഏജന്റായി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന അർത്ഥം. ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ഒരുപക്ഷെ ഈ യേശുവിനെ കുറിച്ചുള്ള വിജ്ഞാനവും യേശുവിനുള്ള അനുഭവവും നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള പരിശ്രമത്തിലാണ് എല്ലാ വിശ്വാസ പരിശീലകരും. അങ്ങനെ ഈശോയെ നമ്മൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും അതിലൂടെ പ്രഘോഷിക്കുവാനും ഒക്കെ പഠിപ്പിക്കുന്ന വേദികളാണല്ലോ നമ്മുടെ ഞായറാഴ്ചത്തെ സൺഡേ സ്കൂൾ ക്ലാസ് റൂം എന്ന് പറയുന്നത്. അത് നിസ്സാര കാര്യമല്ല. ഒരു അനുഭവം ഒരാൾക്ക് ഞാൻ കൈമാറുകയാണ്. അന്ത്രയോസ് പത്രോസിനെയും ക്രിസ്തുവിനെ കുറിച്ച് അറിയിച്ചതുപോലെയുള്ള ഒരു അറിയിക്കലാണ്, പങ്കുവെക്കലാണ് മതാധ്യാപകര്, വിശ്വാസ പരിശീലകരായിട്ടുള്ള ഞാനും നിങ്ങളുമെല്ലാം ഓരോ ദിവസവും ചെയ്യുന്ന പ്രധാനപ്പെട്ട ധർമ്മം. ആ ഒരു കാര്യം നമ്മുടെ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ ഞായറാഴ്ച നമ്മുടെ ഇടവകയിൽ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത് ഇടവകയ്ക്ക് നൽകുന്ന വലിയൊരു സേവനമാണ്. അതൊരു ഉത്തരവാദിത്തപൂർണ്ണമായിട്ടുള്ള ഒരു സേവനമാണ്. ആ ഉത്തരവാദിത്തപൂർണ്ണമായിട്ടുള്ള സേവനം ഏറെ മനോഹരമായിട്ട് നടത്തുവാനായിട്ട് ഇതുപോലെയുള്ളൊരു കൺവെൻഷൻ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ അതിരൂപത ആഴ്ചയിൽ 5-6 ദിവസം ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ശേഷം ലഭിക്കുന്ന ഓരോ ദിവസം അവധി ദിവസം സഭയ്ക്കും സഭാപ്രവർത്തനത്തിനും വിശ്വാസ പരിശീലനത്തിനുമൊക്കെയായി ഞങ്ങൾ മാറ്റിവെക്കുമ്പോൾ നിങ്ങളെടുക്കുന്ന ത്യാഗം ഞങ്ങൾ ഒരിക്കലും അവഗണിക്കുന്നില്ല എന്ന് മാത്രമാണ് ഓർപ്പിക്കുക. സ്വപ്നത്തിന്റെ ഭാഗമാണ് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച്. ഏറെ സ്നേഹത്തോടുകൂടി ഈ നൈപുണ്യ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശ്വാസ പരിശീലകരായി, പ്രത്യേകിച്ച് പള്ളിപ്പുറം, ചേർത്തല, വൈക്കം ഫറവനകളിലെ എന്റെ പ്രിയപ്പെട്ട എല്ലാ നന്ദി പറയുക എന്നാണ് കർത്തവ്യം. ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ അതിരൂപത ചിഞ്ചുലൂസ്. ഇറ്റലിയിലെ ലാംബദൂസ എന്ന് പറഞ്ഞ ഐലൻഡിലേക്കാണ്, ദ്വീപിലേക്കാണ് പോയത്. നമുക്കറിയാം പലയിടങ്ങളിലേക്ക് മാർപ്പാപ്പമാർ പോകാറുണ്ട്. പക്ഷെ അദ്ദേഹം പോയത് ലാംബഡൂസ എന്ന് പറയുന്ന ഐലൻഡ് അറിയപ്പെടുന്നത് ദ ഐലൻഡ് ഓഫ് ട്രാജഡി എന്നാണ്. വേദനയുടെ, ദുരന്തത്തിന്റെ ദ്വീപെന്നാണ് ഐലൻഡ് ഓഫ് ട്രാജഡി. കാരണം ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ, കപ്പൽ മുങ്ങി, ബോട്ട് മുങ്ങിയ ആളുകൾ, അഭയാർത്ഥികൾ മരിക്കുന്നൊരു പ്രദേശമാണ് ഈ പറയുന്ന ലാംബദൂസ ഐലൻഡ്. സെന്റ് ക്ലാസ് അച്ഛന്റെ നിലവാരത്തിൽ നിന്നും ഒരുപാട് താഴ്ന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് നോക്കാം, തീർച്ചയായിട്ടും ഏറ്റവും ബമ്പർ പ്രൈസ് ആണ് ടോണീസ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ, ആ കസേരയുമായിട്ട് പോരാ.
രജിസ്ട്രേഷൻ ചെയ്യാത്ത താങ്ക് യു വെരി മച്ച്. ടീച്ചറിനെ പരിചയപ്പെടുത്താം. ടീച്ചറാണ് പാണവള്ളി നോക്കാം. നമ്മുടെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളെയും നമ്മളുടെ ഇടവകളെയും കുഞ്ഞുങ്ങളെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നല്ല ദൈവമേ, ഞങ്ങളെയും ഞങ്ങളുടെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഭക്തിപൂർവ്വം നമുക്ക് ഈ ബലി അർപ്പിക്കാം. സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്. സമാപന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ മെത്രാപ്പൊലിത്തേക്ക് വന്നപ്പോൾ അതിനാംശ ഞാനിവിടെ ഈ പ്രദേശത്തെ 3 പുറങ്ങളുടെ വികാരിച്ചന്മാരെ വിളിച്ചുകൂട്ടി അവരുടെ പല കാര്യങ്ങളും ആലോചിച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോദിച്ച ഒരു കാര്യം, ഈ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും കൂടി പറഞ്ഞ ഒന്ന്, ഇവിടെ നല്ല ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ നമുക്ക് അതേപ്പറ്റി ആലോചിക്കാം. അങ്ങനെ ആദ്യം താല്പര്യമെടുത്ത് ഇവിടുത്തെ പുറങ്ങളിൽ അച്ഛന്മാരാണ്, 3 പുറങ്ങളിൽ. അത് തൃപ്പൂണിത്തുറ പുറങ്ങളിലെ അച്ഛന്മാരെയും വിളിച്ചിരുന്നു. അവരെ വിളിച്ചു കൂട്ടിയത് ഇങ്ങനൊരു കാര്യം ആലോചിക്കും.